സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടുന്ന സംഭവങ്ങളെ വിശകലനത്തിന് വിധേയമാക്കി ജനങ്ങളുമായി സംവദിക്കുന്ന മാധ്യമ പ്രവർത്തനം ജനങ്ങളെ നിരന്തരം സാമൂഹ്യ ബോധമുള്ളവരും രാഷ്ട്രീയമായി നിതാന്ത ജാഗ്രത പാലിക്കാൻ പ്രാപ്തിയുള്ളവരും ആക്കി മാറ്റണം. അങ്ങനെ സമൂഹത്തിൽ പല പല അപജയങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതിനെ തടയാൻ സമൂഹത്തിൽ തന്നെ നിരന്തരം പ്രവർത്തനങ്ങളുണ്ടാവും. സമൂഹ മനസാക്ഷി ഉണർത്തിക്കൊണ്ട് അത്തരം പ്രവർത്തനം കൈപ്പിടിപ്പിക്കാൻ മാധ്യമ പ്രവർത്തകർക്ക് കഴിയണം. അവരിൽ നിന്ന് ജനാധിപത്യ സമൂഹം അത് പ്രതീക്ഷിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. സ്വന്തം ജീവിതം സമൂഹത്തിൻ്റെ ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ച് രാപ്പകലില്ലാതെ ഓടി നടക്കുമ്പോൾ ആദരവോടുകൂടിയാണ് ഒരാളെ രാഷ്ട്രീയക്കാരനെന്നോ രാഷ്ട്രീയക്കാരിയെന്നോ വിളിക്കുന്നത്. അതിനു പകരം ജാതി മത പ്രാദേശിക സങ്കുചിത വികാരങ്ങൾ മുഴുവനും പ്രയോജനപ്പെടുത്തി ജനങ്ങളെ അണിനിരത്തി അതിൻ്റെ മറവിൽ അഴിമതി നിറഞ്ഞ സ്വാർത്ഥ താല്പര്യ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളെ അല്ല രാഷ്ട്രീയക്കാരെന്ന്. അങ്ങനെ വ്യക്തിനിഷ്ഠമായ അധികാര മോഹത്തോടുകൂടി പല സാമൂഹ്യ ദൗർബല്യങ്ങളെയും പ്രയോജനപ്പെടുത്തി അവയുടെ മറവിൽ സ്വന്തം കാര്യം നേടുന്ന അഴിമതി നിറഞ്ഞ ഏർപ്പാടിനെ രാഷ്ട്രീയമെന്ന് ഇന്നത്തെ സമൂഹം തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ആ തെറ്റിദ്ധാരണ ഉറപ്പിക്കുന്ന തരത്തിൽ മാധ്യമ പ്രവർത്തനം സർവ്വ മാധ്യമങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അതല്ല, അതിനെ തടയുകയും രാഷ്ട്രീയവൽക്കരണം, ഇനി ഒരു പുനർരാഷ്ട്രീയവൽക്കരണം വേണ്ടി വരികയാണ്. ദൃശ്യമാധ്യമങ്ങളിലെ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് ഒരു വാർത്തയും ഇല്ലാതെ ഈ അവതാരകരെ കഷ്ടപ്പെടുന്നതാണ്. അതിലും വലിയ തമാശ എന്ന് വെച്ചാൽ എന്തെങ്കിലും പെട്ടെന്നൊരു വാർത്ത കിട്ടുമ്പോൾ ഇവൻ കാണിക്കുന്ന ഒരു ആക്രാന്തമാണ്. ഈ പട്ടണ ചക്കക്കൂട്ട കിട്ടിയ പോലെ അതിന്റെ നേരത്തെ ചാടി വീണിട്ട് എന്ന് പറഞ്ഞ പോലെ അത് പലപ്പോഴും നമ്മൾ അനുഭവിക്കാറില്ല. ഒരു വാർത്തയില്ലാത്ത ദിവസം ചില ദിവസങ്ങളിൽ അങ്ങനെയുണ്ട്. അപ്പോഴും പല പ്രദേശങ്ങളിൽ താറാവ് കൃഷി നടത്തുന്നതിനെ കുറിച്ചിട്ട് ഫിനാൻസ് മിനിസ്റ്ററുടെ സ്റ്റേറ്റ്മെന്റ് വേറെ ഒന്നുമില്ല. ചില ദിവസങ്ങളിൽ സംഭവിക്കുന്നു. ഗവൺമെന്റ് ക്രിസ്മസിന്റെ തന്നെ വാർത്തകൾ ഉണ്ടാവുന്നു. മനുഷ്യർക്ക് പൊതുവെ വാർത്ത അങ്ങനെ ഇടുമ്പോഴേക്കും എവിടെയെങ്കിലും സ്ഥലത്ത് ബസ് പറഞ്ഞിട്ടുണ്ട് ഉടനെ പോവുകയാണ്. ഇന്നലെ നല്ല വാർത്തകളുള്ള ദിവസമാണ്. കാലത്തോട്ട് നിരന്തരമായി വാർത്തകൾ ഹർത്താലായിട്ട് പോലും ഒരുപാട് വാർത്തകൾ. അപ്പൊ ഇവരൊക്കെ ഉടനെ ഉന്മേഷപരിതരായിട്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവിടെ സംഭവം ഉച്ചയത്ത് അയാൾ അറസ്റ്റ് ചെയ്യുന്നു. പോലീസുകാർ വടകര കോടതിയുടെ മുമ്പിൽ ഉപരോധം നടത്തുന്നു. അത് കഴിയുമ്പോഴത്തേക്കും